അസ്സലാമലൈക്കും. എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? മൂസിമുത്തേ ഉമ്മച്ചി എപ്പോഴും സസ്പെൻസ് വെക്കുകയാണെന്ന് പറയണല്ലേ. സസ്പെൻസ് ഉണ്ടെങ്കിലല്ലേ സീരിയലല്ലേ, സസ്പെൻസ് ഉണ്ടെങ്കിലല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ അടുത്ത ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പറയാം, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അങ്ങനെ ജീവിച്ച് വരുമായിരുന്നു. അപ്പോൾ 2-3 വർഷമായി എൻ്റെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഗർഭിണിയായി. പ്രസവം നോക്കാനൊന്നും ആരുമില്ല. ഒരു 15 ദിവസത്തിന് വേറെ ഒരു പെൺകുട്ടിയെന്ന് വെച്ചാൽ അവരുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള ഒരു പെണ്ണ് വന്നൊരു 15 ദിവസം നിന്നു. 15 ദിവസം നിന്നിട്ട് ആ 15 ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പോയി. പിന്നെ അപ്പോഴത്തേന് എൻ്റെ കൂട്ടുകാരി എന്നെ എണിക്കാനും വെള്ളം രാവിലെ ഭർത്താവ് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ ആഹാരം വെക്കലും ഇതെല്ലാം അവർ തന്നെ. കറിയും കടയിൽ നിന്ന് ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഒരു ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ ഉള്ളത് ഈ ടോണിക്കും മറ്റേ മരുന്ന് മുക്കുടിയൊക്കെ അല്ലേ, അത് അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും ഈ ഇക്ക. അങ്ങനെ ഈ കുട്ടി വലുതായി നോക്കുമ്പോൾ ഇതിനെ UKG-യിലും LKG-യിലൊക്കെ പറഞ്ഞു വിട്ടു. 1-ാം ക്ലാസ്സിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. 1-ാം ക്ലാസ്സിൽ മദ്രസിൽ ചേർത്തി കഴിഞ്ഞപ്പോൾ ഈ ഉസ്താദ് എഴുതി കൊടുക്കും, നാളെ ഇത് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ ഉമ്മാക്ക് അറിയില്ല. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഞാൻ അതിന് ചെയ്യുക, എനിക്ക് അറിയുന്നില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ എന്നിപ്പോൾ ഒരാളടുത്തേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഒറ്റയ്ക്ക് ഇരിക്കണതാണ്. എനിക്കും അതിനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നില്ല പറഞ്ഞു കൊടുക്കാനൊന്നും. അപ്പോൾ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടീനെ ദർസ് കൊണ്ടാക്കാൻ പറയുക എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. കാരണം ആകെ ഒരു കുട്ടി, ഈ ഒരു കുട്ടീനെ ദർസിൽ കൊണ്ടാക്കുമെന്ന് ഞാൻ എങ്ങനെ അവളെടുത്ത് പറയുക എന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബുദ്ധിമതിയായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി 3-ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവളെ ദർസിലാക്കാം, ഇവളെ നമുക്ക് ഇസ്ലാമിൽ എന്തെല്ലാം പഠിക്കാനുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കും എന്നും പറഞ്ഞിട്ട് 3-ാം ക്ലാസ് വരെ നിർത്തി. 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദർസിൽ കൊണ്ടാക്കി. അത് അടുത്ത് തന്നെയാണ്, ദർസ് അടുത്ത് തന്നെയാണ്, ബസ്സിന് പോയിട്ട് വരണം. അപ്പോൾ സ്കൂൾ ബസ്സിൽ വിടാൻ പറ്റില്ല, കാരണം ദർസ് വിടുന്ന സമയം സ്കൂൾ ബസ് വരുന്ന സമയം മാറ്റങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ തന്നെ നിർത്തിയിട്ട് ഒന്നരാടത്ത് ഉമ്മ ചെന്ന് നോക്കും. ഉമ്മക്കൊരാടുണ്ട്, ഒരു കുട്ടിയുണ്ട്, അതിനെയും നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവളെ പോയി നോക്കും. അങ്ങനെ നോക്കി ആ കുട്ടി അവിടെ നിന്ന് 12-ാം ക്ലാസ് വരെ സ്കൂളിലും പഠിച്ചു, മദ്രസിലും പഠിച്ചു. പിന്നെ ആ കുട്ടിയാണ് ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്ത്. എന്തെല്ലാം പഠിക്കാനുണ്ട് അതെല്ലാം ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് പഠിച്ച് വരുന്ന സമയത്ത് ഈ ദർസിലുള്ള ഉസ്താദന്മാർ വലിയ കാര്യമാണ്. ഈ എൻ്റെ കൂട്ടുകാരിനെയും ആ മോളെ വാപ്പാനെയും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാരണം അത്രയ്ക്കുള്ള ഒരു ജീവിതമാണ്, അവരെ ജീവിതം കൊണ്ടാണ് അവർ ഇഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് അവർ വിട്ടോളാന്ന് പറഞ്ഞു ദർസിന്ന്. അപ്പോൾ ഡിഗ്രിക്ക് വേണ്ട, ഡിഗ്രിക്ക് ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാന്നും പറഞ്ഞു. 12-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചല്ലോ, എല്ലാം നമുക്ക് വേണ്ടതായ എല്ലാ മതപരമായുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം അവിടുന്ന് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് ആയപ്പോൾ വീട്ടിലേക്ക് വന്നു. ഡിഗ്രിക്ക് അവർ ചേർത്തി. ഡിഗ്രി 3 കൊല്ലം ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെ ജോലിക്ക് അവൾ പഠിച്ചു. ആ കോഴ്സിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോലിക്ക് പോയി. കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹം വന്നു. വിവാഹം ചെയ്തു കൊടുത്ത് ഭർത്താവ് ഗൾഫുകാരനാണ്. അങ്ങനെ അവൻ വിവാഹം കഴിഞ്ഞ് ഒരു 10-40 ദിവസമൊക്കെ അവിടെ നിന്ന് അവരെ ടൂറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചെക്കൻ ഗൾഫിൽ പോയി. അപ്പോഴും ഇവൾ പഠിക്കുകയാണ്. ഇവൾ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ വേറെ എന്തോ കോഴ്സ് പഠിക്കുന്നുണ്ട്. അങ്ങനെ 3 മാസത്തെ വിസിറ്റിങ്ങിന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവളെ ഗൾഫിലേക്ക് അവൻ കൊണ്ടുപോയി.
ഇപ്പോൾ ഗൾഫിൽ 3 മാസത്തെ വിസിറ്റിങ് കഴിഞ്ഞ് സന്തോഷമായിട്ട് നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവൾ ജോലിക്ക് പോകുന്നുണ്ട്. ആ ഉമ്മയും ബാപ്പയും ആ വീട്ടിൽ തന്നെ നല്ലൊരു വീടാണ്. നല്ലൊരു വീടെന്ന് വെച്ചാൽ ലൈഫിൻ്റെ വീട് കിട്ടിയതാണ്. വീടൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. കാരണം ഇങ്ങനെ നമ്മളെ നാട്ടിൽ ജനിച്ച് വളർന്നവരല്ലാത്തത് കൊണ്ട് തന്നെ അവർ അഡ്രസ്സും ഇതൊക്കെ ശരിയാക്കാൻ ഒരുപാട് പാടുപെട്ടവർ. അത് കഴിഞ്ഞ് ലൈഫിൻ്റെ വീടൊക്കെ കിട്ടി ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുമാതിരി ദീനിനെ സ്നേഹിച്ച് ദീനിലേക്ക് വന്ന ഒരു കൂടപ്പറപ്പ് എന്ന് തന്നെ പറയാം. ഇന്നും എന്നെ വിളിക്കും, 2 ആളും ഉമ്മയും മോളും വിളിക്കും, സംസാരിക്കും. ഞങ്ങൾ അവിടെ പോകും, അവർ നമ്മുടെ അടുത്ത് വരും. മോളെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് 3ാമത്തേറ്റ് വിരുന്ന് എൻ്റെ അടുത്തായിരുന്നു. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിരുന്ന്. അവളുമ്മ വന്നിട്ടില്ല അധികം. കാരണം ഉമ്മ വന്നിട്ടില്ല എന്ന് വെച്ചാൽ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് പണിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. തൊഴിലുറപ്പിൻ്റെ പണിക്കാണ് ആ സഹോദരി പോണത്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടുജോലിക്കും അതിനും ഇതിനൊക്കെ പോകും. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദീനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ദീനിനനുസരിച്ച് ജീവിക്കാനും കൂടെ കഴിയണം. അല്ലെങ്കിൽ ആ ദീനിലേക്ക് വരുന്നത് വെറുതെയാണെന്നേ പറയാൻ പറ്റൂ. കാരണം എന്താ വെച്ചെങ്കിൽ ദീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീനിൻ്റെ ചിട്ടവട്ടം അനുസരിച്ച് ആരും അങ്ങനെ ചിട്ടവട്ടം അനുസരിച്ചൊന്നല്ല അന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മളെ സംസാര രീതിയെങ്കിലും അപ്പോൾ നമുക്ക് ബന്ധങ്ങളുണ്ടാവും. കാരണം അവരെ ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ അവരെ സ്നേഹിച്ച് പോകും. അറിയാതെ നമ്മളെ കൂടെ അവരെ ചേർത്ത് പിടിക്കും. അത് അവരും കൂടെ ശ്രമിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൂസിമുത്തെ സസ്പെൻസ് ഞാൻ കഴിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ആ കൂട്ടുകാരനെ കണ്ടാൽ എന്നെങ്കിലും ഒരു ദിവസം, പക്ഷേ ക്യാമറക്ക് മുന്നിലൊന്നും വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. വീടും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളൊരു ദിവസം ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് പോകാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിയണം. 1 മാസം 2 മാസം കഴിഞ്ഞാൽ പോവുള്ളൂ. പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരിയുടെ വീടാണ് എന്ന് പറഞ്ഞ് ഞാൻ വീടും സ്ഥലങ്ങളും വഴികളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും അവൾ ക്യാമറക്ക് മുന്നിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഫോട്ടോ പോലും എടുക്കണം അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സസ്പെൻസ് എൻ്റെ കൂട്ടുകാരിയുടെ. അപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പറഞ്ഞതിൽ ആർക്കെങ്കിലും സങ്കടമോ വേദനയോ ഉണ്ടെങ്കിൽ സോറി കേട്ടോ. വീണ്ടും കാണാം.